ഗൈസ് അങ്ങനെ ഈവനിങ്ങിൽ വയനാട് ചുരത്തിലേക്ക് വന്നാ ഒരു ചായ കുടിച്ച് പോകാന്ന്. നല്ല ബ്ലോക്കാട്ടോ, ഏതാണ്ട് അരമണിക്കൂറോളം ബ്ലോക്ക് കുടുങ്ങി. വണ്ടി അപ്പുറത്ത് വെച്ചാണ്, ഗംഭീര ബ്ലോക്കാണ്. പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഗംഭീര ബ്ലോക്കാണ്. മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെടുകയാണ്. അങ്ങനെ നല്ല മഴയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ ബ്ലോക്ക് ഒരു ഭാഗത്ത് റോഡ് വർക്ക് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. തുരങ്കപാതയുടെ വർക്ക് തുടങ്ങുകയാണെങ്കിൽ ഇതിനൊക്കെ എത്രയോ ഫലം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും അത് ഉദ്ഘാടനം കഴിഞ്ഞതാണ്. പിന്നെ ഇതാ വണ്ടി വന്ന് നോക്കൂ, അതാണ് കേട്ടോ. ഇതാ ആരെങ്കിലും ഒരാൾ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. മണിക്കൂറുകളും തടസ്സപ്പെടുകയാണ്. അപ്പോൾ ഏതായാലും ഇതിനൊരു ബദൽ പാത എന്താണ്, താങ്കൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം ഇപ്പോൾ നമ്മൾ സ്വീപ്പായിട്ടുണ്ട്. അപ്പോൾ ബദൽ പാത എന്തായാലും ആവശ്യമാണ്, നിർബന്ധമാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. കാരണം ആരെങ്കിലും ഒരാൾ ഗതാഗത നിയമം ലംഘിക്കുമ്പോൾ ആകെ ബ്ലോക്ക് ആവുകയാണ്. ഇതാ അതെ 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 റൈമാശേ, എന്താണ് ഇതിനൊക്കെ കുറിച്ചൊരു ഈ ബ്ലോക്കിനെ പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക്? താമരശ്ശേരി ചുരമാണത്. ജനങ്ങളുടെ വളരെ കാലത്തെ ആവശ്യമാണ് ഈ താമരശ്ശേരി ചുരത്തിന് ബദലായിട്ട് മറ്റ് പാതകൾ വികസിപ്പിക്കുക എന്നത്. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ LDF സർക്കാർ തിരുവമ്പാടി ആനക്കാമ്പൂർ വഴി തുരങ്കപ്പാത എന്ന ആശയം കൊണ്ടുവരികയും ഉദ്ഘാടനം ചെയ്തല്ലേ? അത് വളരെ തകൃതിയായി തന്നെ അതിൻ്റെ പണികൾ ആരംഭിക്കുകയും നടക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈയിടെയായിട്ട് അതിൻ്റെ പണികളൊക്കെ മന്ദഗതിയിലായിപ്പോയ ഒരു സംശയമുണ്ട്. ഏതായിരുന്നാലും പുതിയ സർക്കാർ അതിൻ്റെ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തീർച്ചയായും വിശ്വസിക്കുന്നത്. എല്ലാവിധ പിന്തുണയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. തീർച്ചയായും ഈ അവസരത്തിൽ അങ്ങനെയാണെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല അല്ലേ? തീർച്ചയായിട്ടും ഒരു പരിഹാരം ഈ വയനാട്ടിലേക്കുള്ള ജനങ്ങളുടെ യാത്രാ പ്രശ്നത്തിന് ഒരു നല്ലൊരു പരിഹാരമാണ് ആ ഒരു ആശയം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ചുരം ബദൽപാത വേണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ ഏതായാലും ഈ ഗതാഗത പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും. പലപ്പോഴായിട്ട് ഏതെങ്കിലും ഒരു വണ്ടി ഇവിടെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്കാണ്. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ചുരം ഇടിയാറുണ്ട്, ആ സമയത്ത് ബ്ലോക്കാണ്. മാത്രമല്ല പോലീസ് സൈഡ് പോസ്റ്റ് ഒരു സ്ഥലത്തുമില്ല. അപ്പോൾ ഏതായാലും ഇതിനൊക്കെ ഒരു സംവിധാനം വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു.